മലയാള സിനിമാ രംഗത്തിലെ ചർച്ചകൾ തുടരുകയാണ്. സിനിമയായതുകൊണ്ട് പെട്ടെന്ന് തീരത്തില്ലല്ലോ. അപവാദങ്ങളും ഊഹാപോഹങ്ങളും സത്യങ്ങളും അർദ്ധസത്യങ്ങളും പലരും വിളിച്ചു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേതൊക്കെയാണ് സത്യം, ഏതൊക്കെയാണ് അസത്യം, ഏതൊക്കെയാണ് അർദ്ധസത്യം എന്നൊക്കെ ഇനി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതിൽ പലരും ഇറങ്ങിയിട്ട് ഒന്ന് തെളിഞ്ഞു വരണം. തെളിഞ്ഞു വരാൻ ഒരു അന്വേഷണ സംഘത്തെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 വനിതാ IPS ഓഫീസർമാർ ഉൾപ്പെടെ ഉള്ള ഒരു 8-അംഗ സംഘത്തെ കേരള സർക്കാർ, പിണറായി സർക്കാർ നിയമിച്ചു കഴിഞ്ഞു അന്വേഷണത്തിനായിട്ട്. അപ്പോൾ സർക്കാരിൻ്റെ സത്വരം നടപടികൾ ഇക്കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഈ വന്ന ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ആരെയും ക്രൂശിക്കാൻ പാടില്ല, നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്, ഒക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. കാരണം ഓരോന്നിനും ഒരു രീതി ഉണ്ടല്ലോ, ഒരു രീതി അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അപ്പം മലയാള സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ 2018 പുറത്തു വരുന്നു. അതിജീവിത നടിയെ ആക്രമിച്ച് അതുമുതലുണ്ടായ ഓരോരോ സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ നടപടിയായിട്ട് പിണറായി സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ, വളരെ പ്രഗത്ഭരായ IPS ഓഫീസർമാരടങ്ങുന്ന അവരുൾപ്പെടെ നേതൃത്വം നൽകുന്ന ഒരു സംഘത്തെ സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞു. അപ്പോൾ അന്വേഷണം വളരെ സത്വരമായിട്ട് നേരായ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതിന് തെളിവാണല്ലോ രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. അതുപോലെ നിൽക്കക്കള്ളിയില്ലാതെ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. ഇനിയും പല രാജികളും ഉണ്ടാവും, ഇനിയും പല പേരുകളും പുറത്തു വരും. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതാ വഴിക്ക് നീങ്ങട്ടെ. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം. ആരെയും ക്രൂശിക്കാനും പാടില്ല. ഇപ്പോൾ ഈ വിളിച്ച് പറഞ്ഞ ഈ പറയുന്ന ഇരകൾ, അവർ നടിമാരുൾപ്പെടെയുള്ളവർ, അവർ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് ടീം അന്വേഷിക്കട്ടെ, അതിൻ്റെ സത്യം കണ്ടെത്തട്ടെ. മലയാളത്തിൽ റെക്കോർഡ് സിനിമകളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. കഴിഞ്ഞ 3-4 വർഷങ്ങളിലെ കണക്കെടുത്താൽ പുതിയ പ്രതിഭകളിൽ പുതിയ ചെറുപ്പക്കാർ. അതേസമയം മലയാള സിനിമയെ ഗ്രസിച്ച ഈ പുഴുക്കുത്തുകളെ, ഈ ക്യാൻസറിനെ മുറിച്ച് കളയുന്നതിലേ പറ്റുള്ളൂ. അതാരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ പുറത്തു വരും. ഇനി ആർക്കും മൂടി വയ്ക്കാനൊന്നും സാധിക്കത്തില്ല. ഇപ്പം ഞങ്ങൾ ഇവിടെ പറയുന്നത്, ചലച്ചിത്ര അക്കാദമി രഞ്ജിത്ത് രാജിവെച്ചു, ഒരു പുതിയ ചെയർപേഴ്സണെ വേണം, അപ്പോൾ ഒരു വനിത വരട്ടെ എന്നുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ആദ്യം ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലും ഇതിപ്പം സ്ത്രീ പീഡനവും സ്ത്രീ വിവേചനവും മലയാള സിനിമയിലെ ലിംഗനീതി ഉറപ്പുവരുത്തുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ വന്നൊരു ചർച്ചയാണ് അടുത്ത ചെയർമാൻ വേണ്ട, ഒരു വനിതയെ ചെയർപേഴ്സണാക്കുക, ചലച്ചിത്ര അക്കാദമിയുടെ പ്രഗത്ഭയായ ഒരു വനിതയെ ചെയർപേഴ്സണാക്കുക എന്നുള്ള ചർച്ചകൾ നടന്നു വരുമ്പോൾ ചില പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, ദീർഘകാലം IFKയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്ന ബീന പോളിൻ്റെ കഴിവുകളെ കുറിച്ചിട്ട് നമുക്കാർക്കും സംശയമൊന്നുമില്ല. ഫിലിം എഡിറ്റർ എന്ന നിലയിലും IFK സംഘടിപ്പിച്ച രീതിയിലും, അതേപോലെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ എന്ന നിലയ്ക്ക് അവർ ലോക സിനിമകൾ തിരഞ്ഞെടുക്കാൻ കാണിച്ച അവരുടെ ആ ഒരു കൂർമ്മ ബുദ്ധിയും പരിചയവും എല്ലാം നമ്മൾ മാനിക്കുന്നതാണ്. അപ്പോൾ അവരെ നിയമിക്കാം, ബീന പോളിനെ നിയമിച്ചുകൂടെ എന്ന് ചില വാദഗതികൾ ഉയർന്നു വരുന്നുണ്ട്. ഞങ്ങൾ ബീന പോളിനൊന്നും എതിരൊന്നുമല്ല. ബീന പോൾ വരുന്നെങ്കിൽ ബീന പോൾ വരട്ടെ. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. പുതിയ ആൾക്കാർ ഈ കാലം മാറുമ്പം, ഇപ്പം മലയാള സിനിമയിൽ പുതുമുഖ സംവിധായകർ, പുതുമുഖ നടീനടന്മാർ എത്രയോ പേര് വന്നവർ ലോകം കീഴടക്കുന്ന കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ സ്റ്റാറുകളെ വെല്ലുവിളിച്ചിട്ട്. ഞാൻ ആരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. അതേപോലെ ചലച്ചിത്ര അക്കാദമിയെ പോലൊരു സ്ഥാപനത്തെ നയിക്കാൻ പുതുതലമുറയിലെ ഒരാളെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ആരെങ്കിലും ഒരാളെ കുറിച്ച്. ഇപ്പം ഈ ഒരു ഇതിൽ വന്ന പ്രഗത്ഭരായ നടിമാരുണ്ട്, ഈ WCCയെ നയിക്കുന്ന നടിമാരുണ്ട്, സാങ്കേതിക പ്രവർത്തകരുണ്ട്. അതിലാരെങ്കിലും ഒരു വനിതയെ ചെയർപേഴ്സണാക്കി തീരുമാനിച്ചുകൂടെ എന്നൊരു ചോദ്യം വരാം. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ ഒരു പേരുണ്ട്. ആ പേര് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. അതായത്, നമ്മൾ പറയുന്നത് കഴിവ് കൊണ്ടും
ചുറിയുറുക്കുകൊണ്ടും കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങളായിട്ട് IFK തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയെ പിന്നണിയിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച ഒരു വനിതയുണ്ട്, ഒരു സ്ത്രീയുണ്ട്. അവരെ പുകച്ച് പുറത്ത് ചാടിച്ചു വിട്ടു ഇപ്പോഴത്തെ ഭരണസമിതി. അവരുടെ കഴിവ് കൊണ്ട് അവരെ പുറത്ത് ചാടിച്ചു എന്ന് വേണം പറയാൻ. അവരുടെ പേര് ദീപിക സുശീലൻ എന്നാണ്. ദീപിക സുശീലൻ. ഇവിടുന്ന് അവരെ അടിച്ചു പുറത്താക്കിയതുകൊണ്ട് അവർ പിന്നെ ലോക പല ചലച്ചിത്രമേളകളിലെയും ജൂറി മെമ്പറായി, പിന്നെ വിധികർത്താവായി. അതൊക്കെ അവരുടെ ഒരു ബയോഗ്രഫി നോക്കിയാൽ മനസ്സിലാവും. യൂട്യൂബിൽ നോക്കിയാലോ ഫേസ്ബുക്കിൽ നോക്കിയാലോ ദീപിക സുശീലൻ ഇപ്പോൾ ആരാണെന്ന് നോക്കിയാൽ മനസ്സിലാവും ഏത് മലയാളിക്കും. അത്ര പ്രഗത്ഭയായ ചുറുചുറുക്കുള്ള, പിന്നെ സിനിമയുടെ സാങ്കേതിക വശങ്ങൾ അറിയാവുന്ന ഒരാള് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സണായിട്ട് വരികയാണെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഒരു പുതുതലമുറയിലെ ഒരു ചോയ്സാണ് ദീപിക സുശീലൻ. അവർക്ക് അനുഭവ സമ്പത്തുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേള കാനാണ്, ഫ്രാൻസിലെ പാരീസിലെ കാനാണ്. അപ്പോൾ കാൻ മേളയിൽ പോലും തൻ്റെ കഴിവ് തെളിയിച്ച ദീപിക സുശീലിനെ എന്തുകൊണ്ട് ഇനി ഒരു സ്ത്രീ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ, ലിംഗനീതി ഉറപ്പാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന പേര് ദീപിക സുശീലൻ തന്നെയാണ്. അത് വീണ പോൾ വേണുഗോപാലിനെ അപമാനിക്കലല്ല, പുതിയ ചെറുപ്പക്കാർക്ക് വാഗ്ദാനങ്ങൾക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കണം. അപ്പം അവരുടെ ഒരു ബയോ നോക്കുക. അവരുടെ എന്താണ് ദീപിക സുശീലൻ. ഞാൻ അവരുടെ ഒരു ഇൻ്റർവ്യൂ 3-4 വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരത്തായി നടക്കുമ്പോൾ എടുത്ത ഒരാളാണ്. അന്നാണ് ഞാൻ അവരെ ശ്രദ്ധിക്കുന്നത്. അന്ന് അവർ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ആർട്ടിസ്റ്റിക് ഡയറക്ടറായിട്ട് ബീനാപോളിൻ്റെ അതേ പദവിയിലിരുന്ന് വളരെ പ്രഗത്ഭമായിട്ട് ഈ രഞ്ജിത്ത് ചെയർമാനായ ശേഷം ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തിയ ആളാണ് ദീപിക സുശീലൻ. പിന്നെ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് അവരെ അതിൽ നിന്ന് ശ്വാസം മുട്ടിച്ച് അവർ പുറത്തു പോയി. അതാണ് സംഭവിച്ചത്. ഇപ്പം എന്നിട്ട് നടന്നൊക്കെ അറിയാമല്ലോ, അക്കാദമിയിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഒരു 3-4 വർഷം ഈ IFKയുടെ തിരുവനന്തപുരത്ത് അതിൻ്റെ പ്രോഗ്രാം മാനേജരായിട്ട് ഞാൻ ഇവരെ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രാഗൽഭ്യം കണ്ടിട്ട് എനിക്കിവരെ അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഒരാളോട് സുഹൃത്തിനോട് ചോദിച്ചു, ഈ സ്ത്രീ ആരാണ്? അത് ഇന്നാരാണ്, ദീപിക സുശീല. അവർ എക്സലന്റ് ലേഡിയാണ്. അവരാണിത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അപ്പം ഞാൻ ഹൈസിന്ത് ഹോട്ടലിൽ ഇവരെ ഇങ്ങനെ, അവിടെയാണല്ലോ ഓഫീസ്, അക്കാദമിയുടെ ഗസ്റ്റുകളുടെ ഓഫീസ് അവിടെയാണ്. അപ്പോൾ ഹൈസിന്ത് ഹോട്ടലിലേക്ക് ഇവർ വരുന്നു, ഓടുന്നു, ചാടുന്നു. തിരക്കിനിടയിലാണ് ഞാനൊരു ദിവസം അവരെ പിടിച്ചു. ഞാൻ അന്നേ അവരുടെ കഴിവുകൾ ഞാൻ നോട്ട് ചെയ്തു. അവരുടെ എക്സ്പെർട്ടൈസ്, പ്രാഗൽഭ്യം, നടത്താനുള്ള കഴിവ്. പിന്നെ അക്കാദമിയുടെ തലപ്പത്തി ഇപ്പോൾ ഒരു നടി, ലിംഗനീതിക്ക് വേണ്ടി ഒരു നടിയെ കൊണ്ടുവച്ചാൽ, ഇപ്പം ബീന പോളിനെ പോലെയോ ദീപിക സുശീലിനെ പോലെയോ ഇത്രയും ലോക സിനിമാ മേളകളിൽ പോയി വന്ന പരിചയങ്ങളൊന്നും ഈ നടിമാർക്ക് ഇല്ല. ഇപ്പം WCCയിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിലും സംവിധായകരുണ്ട്, വനിതാ സംവിധായകരുണ്ട്, വേണേൽ അവരെ ചെയർപേഴ്സണാക്കാം. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ദീപിക സുശീലിനെ പോലുള്ളവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പേര് നിർദ്ദേശിക്കുന്നത്. ഈ അക്കാദമി നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം പരിഗണിക്കാവുന്ന ഒരു പേരാണ്, അടുത്ത ചെയർപേഴ്സണായിട്ട് അക്കാദമിക്ക് ഒരു ചെയർപേഴ്സൺ വരട്ടെ. ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ഒരു കാര്യമാണല്ലോ സ്ത്രീ നീതി, ലിംഗനീതി എന്ന് പറയുന്നത്. അതിന് ആദ്യം പരിഗണിക്കേണ്ട പേര് ദീപിക സുശീലനാണെന്നാണ് ഞങ്ങൾക്ക് ലെഫ്റ്റ് വോയിസിൽ പറയാനുള്ളത്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ യോഗ്യതകൾ ഒക്കെ അവർക്കുണ്ട്. പിന്നെ ഇത്രയും ഇൻ്റർനാഷണൽ ജൂറിയായിട്ട് പല മേളകളിൽ പോയ അനുഭവ പരിചയം അവർക്കുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് അവർ കാര്യവട്ടത്തു നിന്ന് ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് PG പഠനം കഴിഞ്ഞിറങ്ങിയ ആളാണ്. തിരുവനന്തപുരത്തുകാരിയാണ്. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇപ്പം കഥയോ കവിതയോ എഴുതുന്നത് പോലെ ഒരു കാര്യമല്ല. സിനിമയുടെ കല എന്ന് പറയുന്നത്, ഇത് എൻ്റെ അഭിപ്രായമല്ലേ, പല വിദഗ്ധരും പറഞ്ഞത് വായിച്ചത് അതുകൊണ്ട് ഞാൻ പറയുകയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു ടെക്നീഷ്യൻ കല കൂടിയാണ്. സിനിമ എടുക്കുന്ന ആൾ ഒരു ടെക്നോക്രാറ്റ് കൂടി ആയിരിക്കണം. സിനിമയുടെ മാറുന്ന സാങ്കേതിക വിദ്യകൾ അനുദിനം
വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ, ക്യാമറ, എഡിറ്റിങ്, മറ്റ് സംവിധാനങ്ങൾ, അതിനെപ്പറ്റി അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ഒരു സംവിധായകൻ. അത് എത്ര പ്രായമുള്ള ആളായാലും സിനിമ എടുക്കുമ്പം ഒന്നിൽ അദ്ദേഹം അത് സ്വയം പഠിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ അത്രയും നല്ലൊരു ടെക്നീഷ്യൻ സംവിധായകൻ്റെ കൂടെ ഉണ്ടാവണം, എങ്കിലേ നല്ല സിനിമയുണ്ടാവും. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു ടെക്നീഷ്യൻ കല കൂടിയാണ്. അപ്പം ചോദിക്കും, MD സിനിമ സംവിധാനം ചെയ്തില്ലേ, അവാർഡ് വാങ്ങിയില്ലേ, ദേശീയ അവാർഡ്. വേറെ എത്രയോ എഴുത്തുകാർ തിരക്കഥ എഴുതിയിരിക്കുന്നു, സിനിമ ഉണ്ടാക്കിയിട്ടില്ലേ? പിന്നെ നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയാണ് അതിൻ്റെ മർമ്മം. MDയെ പഠിക്കുക. ഒരു എഴുത്തുകാരൻ, ഒരു കഥാകാരൻ വന്നിട്ട് എങ്ങനെ മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥകൾ എഴുതി നല്ല സിനിമകൾ എങ്ങനെ സംവിധാനം ചെയ്തു, MD, അത് നമ്മൾ ഒരു പാഠപുസ്തകമാണ്, കണ്ടു പഠിക്കണം. MDയുടെ ഗുണവിശേഷം എന്ന് പറയുന്നത് സിനിമയുടെ സാങ്കേതിക വശത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള, അത് എത്രയും പഠിക്കാൻ ശ്രമിച്ച് അതിന് പറ്റിയ ആളെ കൂടെ നിർത്താനും ഒക്കെയുള്ള മനസ്സ് കാണിച്ചിട്ടുള്ള ഒരാളാണ് MD വാസുദേവൻ നായർ. ക്രിയേറ്റിവിറ്റിയും ടെക്നോളജിയും അറിയാവുന്ന ഒരാൾക്ക് കൈവയ്ക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരൊക്കെയാണ് ലോകത്തെ മികച്ച സിനിമ സംവിധായകരായിട്ട് മാറിയിട്ടുള്ളതെന്ന് ലോക സിനിമാ ചരിത്രവും മലയാള സിനിമാ ചരിത്രവും ഒക്കെ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ദീപിക സുശീലൻ ഇതിന് ഏറ്റവും യോഗ്യയായ ഒരു വനിതയാണ് ഈ അക്കാദമിയെ, ചലച്ചിത്ര അക്കാദമിയെ നയിക്കുക. സർക്കാരിന് സൗകര്യമുണ്ടെങ്കിൽ പരിഗണിക്കുക. അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ.